എറണാകുളം തൃക്കാക്കര സഹകരണ ആശുപത്രിയിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നു. മഴ ശക്തമായതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് രോഗികളും പ്രദേശവാസികളും. ആശുപത്രിക്ക് സമീപത്തുള്ള 6 ഏക്കർ സ്ഥലത്ത് വൻതോതിൽ ഉപയോഗശൂന്യമായ മണ്ണും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും തള്ളിയതാണ് പ്രതിസന്ധിക്കു കാരണം. മണ്ണ് മൂടിയതോടെ സീപോർട്ട് എയർപോർട്ട് റോഡിന് അടിയിലൂടെയുള്ള പഴയ ഓട പൂർണ്ണമായും തടസ്സപ്പെട്ടു. KMRL അശാസ്ത്രീയ മണ്ണ് നിക്ഷേപത്തിനെതിരെ പ്രതിഷേധമുയരുകയാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് ഞങ്ങളെ തൃക്കാക്കര സഹകരണ ആശുപത്രിയെ വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ പുറകിൽ കാണുന്ന ഈ മലിനജലം. ഇത് ഇപ്പം നിരന്തരം പത്രങ്ങളിലും മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് 10 കയറി നടക്കുന്ന ഈ JCB എടുക്കുന്ന ഭാഗത്ത് കിടക്കുന്ന സ്ഥലത്ത് ജില്ലാ കളക്ടർ KMRLന്റെ മെട്രോ പണിയുന്നതിൻ്റെ പൈലിംഗ് വേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി അനുമതി കൊടുത്ത സ്ഥലമാണ്. അവിടെ കിടക്കുന്ന വേസ്റ്റ് മാറ്റിക്കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനിടയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു അരിക്കുടി ഒരു കാനയുണ്ടായിരുന്നു. ആ കാനയുടെ ഭാഗത്തേക്കും ഈ വെള്ളം വന്ന് വീണതോടുകൂടി ഞങ്ങളുടെ ഈ കോമ്പൗണ്ട് അകത്തേക്ക് വെള്ളം മലിനം വന്ന് കൂടിയാണ് ചെയ്തത്. വെള്ളം പോകാൻ പറ്റുന്ന സാഹചര്യം വന്നതോടുകൂടി ആ ഹോൾ അടഞ്ഞ് ഇത്ര ഒരു 2 മാസം അവർ നിരന്തരം ശ്രമിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. പക്ഷെ ആ ഹോള് കണ്ടെത്തിയിട്ടില്ല. എത്രയും വേഗം പരിഹാരം കണ്ടില്ല വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിപ്പോൾ ഈ വെള്ളജലം തൊട്ട് കയറുന്ന തന്നെ ഇവിടെ IC യൂണിറ്റും നമ്മുടെ CT സ്കാനും അല്ല മോർച്ചറി എല്ലാം ആണ്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നിതിൻ, കലക്കവെള്ളം പോലുമല്ല, കറുത്ത അഴുക്ക് നിറഞ്ഞ വെള്ളമാണ് ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തുന്നത്. പകർച്ചവ്യാധി ഭീഷണി അടക്കം ഉണ്ട് എന്നുള്ളതാണ് അവിടെയുള്ളവരൊക്കെ പറയുന്നത്. തീർച്ചയായും മാധു, അതായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ അശാസ്ത്രീയമായ മണ്ണ് നിക്ഷേപം മൂലം തൃക്കാക്കര മുനിസിപ്പൽ സഹകരണ ആശുപത്രി വളപ്പിലേക്ക് വലിയ തോതിൽ മലിനജലം ഒഴുകിയെത്തുന്നു എന്നാണ് നിലവിൽ പരാതിയുള്ളത്. മഴ ശക്തമായതോടുകൂടി തന്നെ ഈ ആശുപത്രി ജീവനക്കാർക്കും പ്രദേശവാസികൾക്കും അവിടെ എത്തുന്ന രോഗികൾക്കും ഒക്കെ തന്നെ വലിയ തോതിൽ ഒരു ആശങ്ക അല്ലെങ്കിൽ വലിയ ഭീഷണി, കടുത്ത പകർച്ചവ്യാധി ഭീഷണി ഉണ്ടാകുമെന്നൊരു ആശങ്ക അവർക്കുണ്ട്. ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി ആശുപത്രിയുടെ അധികൃതർ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗികളുടെ ജീവൻ അടക്കം അപകടത്തിലാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി തൃക്കാക്കര നഗരസഭാ ഓഫീസിനും അതുപോലെ തന്നെ ഈ സഹകരണ ആശുപത്രിക്കും മധ്യേയുള്ള അതിന് സമീപമുള്ള 6 ഏക്കർ സ്ഥലത്താണ് വലിയ തോതിൽ ഉപയോഗശൂന്യമായ മണ്ണും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും ഇത്തരത്തിൽ കൊണ്ട് തള്ളിയിട്ടുള്ളത്. ഇതാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രശ്നത്തിന് ഇപ്പോൾ നിലവിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ മണ്ണിട്ടതോടുകൂടി തന്നെ ഈ സീപോർട്ട് എയർപോർട്ട് റോഡിന് അടിയിൽ കൂടി പോയിക്കൊണ്ടിരുന്ന പഴയ ഓട അത് പൂർണ്ണമായും തടസ്സപ്പെട്ടു. അതോടെയാണ് കാക്കനാട് മാവേലിപുരം ഭാഗങ്ങളിലേക്കുള്ള ഈ മഴവെള്ളം ഒഴുകി പോകേണ്ട സ്വാഭാവികമായ സ്ഥലങ്ങളെല്ലാം തന്നെ അടഞ്ഞതോടെ ഇത്തരത്തിൽ വലിയ തോതിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ സമീപത്തെ കിണറുകളിലേക്കും മറ്റുമൊക്കെ തന്നെ ഇതിറങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഒരു ശാശ്വത പരിഹാരം ഉടനടി ഞാൻ കണ്ടെത്തണം. പ്രത്യേകിച്ച് ഒരുപാട് രോഗികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ വലിയ തോതിലുള്ള ഭീഷണിയും ഇത്തരത്തിൽ രോഗങ്ങൾ പടരുമെന്നുള്ള ഭീഷണിയും ഈ ആളുകൾക്കുണ്ട്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിതിൻ, ഈ അധികൃതരെ അറിയിച്ചോ? ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എന്തെങ്കിലും ശ്രമം ഉണ്ടാകുന്നോ? ആശുപത്രി കെട്ടിടമാണല്ലോ, അടിയന്തരമായ പരിഹാരം ഉണ്ടാകേണ്ട ഇടമാണ്. തീർച്ചയായും, അതായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ ആളുകളാണ് ഇത്തരത്തിൽ 6 ഏക്കർ സ്ഥലത്ത് വലിയ തോതിൽ ഈ അവശിഷ്ടങ്ങൾ കൊണ്ട് കൂട്ടിയിട്ടിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസമായി, അതായത് ഈ മെട്രോയുടെ പണി നടക്കുന്ന ഭാഗങ്ങളിൽ വരുന്ന അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഈ സഹകരണ ആശുപത്രിക്ക് സമീപമുള്ള സ്ഥലങ്ങളിലായിരുന്നു കൊണ്ടിട്ടുകൊണ്ടിരുന്നത്. അതുമൂലമാണ് കഴിഞ്ഞ ദിവസങ്ങളൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ തോതിൽ മഴ പെയ്തതോടെയാണ് ഇത്തരത്തിലുള്ളൊരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ മലിനജലം ആശുപത്രിയിലേക്ക് അടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടനെ തന്നെ ഇന്നലെ തന്നെ KMRLന്റെ ഉദ്യോഗസ്ഥരുമായി ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല, ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായി മറുപടി പറയാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. നടപടി ഉടനെ തന്നെ എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് അധികൃതർ ആരെങ്കിലും തന്നെ ഈ തൃക്കാക്കര നഗരസഭ ആരെങ്കിലും എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ അത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. KMRLനെ കഴിഞ്ഞ ദിവസം തന്നെ ഇവർ ഈ വിവരം അറിയിച്ചിരുന്നതാണ്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഇന്നലെ രാത്രിയും ഈ പണിക്ക് ശേഷം വന്ന അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഈ ആശുപത്രിയുടെ സമീപത്തേക്ക് തന്നെയാണ് അവർ കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിർത്തി ഒപ്പം തന്നെ ഈ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് മാറ്റി അതിന്റെ പഴയ ഓടയുടെ ഒഴുക്ക് പൂർണ്ണമായി സ്വാഭാവികമായ ഒഴുക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ വീണ്ടും വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ KMRLോ അല്ലെങ്കിൽ തൃക്കാക്കര നഗരസഭയോ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് ആശുപത്രി അധികൃതരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. മാധു,
നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ആശുപത്രിയുടെ അടുത്തേക്ക് ഈ മെട്രോ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടതിന് താഴെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. 2 ദിവസത്തെ ശക്തമായ മഴ കൂടിയാകുമ്പോൾ അത് ഒലിച്ച് ആശുപത്രിയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിതിൻ, ഇതൊരൊറ്റ ദിവസം കൊണ്ടുണ്ടായ പ്രശ്നമല്ല. സ്വാഭാവികമായൊരു ഇപ്പോൾ വെള്ളം ഒഴുകി എത്തിയില്ല എങ്കിൽ പോലും ഒരു ആശുപത്രിക്ക് അടുത്ത് ഇത്രയേറെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയായിരുന്നു. എങ്ങനെയാണ് ഇത്രയും കാലം അധികൃതർ തിരിഞ്ഞു നോക്കാതിരുന്നത്? അതായത് ഇപ്പോൾ ഈ മെട്രോ പണി തുടങ്ങി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ഈ ആശുപത്രിയുടെ സമീപത്തേക്കുള്ള 6 ഏക്കർ സ്ഥലത്ത് മെട്രോ ഇത്തരത്തിൽ നിക്ഷേപിക്കുന്നുണ്ട്. സ്ഥിരമായി അവരുടെ പണിക്ക് ശേഷം വരുന്ന അവശിഷ്ടങ്ങൾ, അതിപ്പോൾ കോൺക്രീറ്റ് ആയാലും മണ്ണായാലും ഒക്കെ തന്നെ കൊണ്ട് നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അന്നൊന്നും തന്നെ ഒരു ബുദ്ധിമുട്ട് ആളുകൾക്ക് വലിയ തോതിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് അവർ കൊണ്ട് നിക്ഷേപിക്കുന്നത് മൂലം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കനത്ത മഴ തുടങ്ങിയതോടെയാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഇത് കാര്യമായി എങ്ങനെയാണ് തങ്ങളെ ബാധിക്കുന്നത് എന്ന കാര്യം അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് പിന്നീട് പരാതിയിലേക്ക്, പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം, ആശുപത്രിയുടെ സമീപത്തേക്കൊക്കെ തന്നെ, ആശുപത്രിയുടെ കോമ്പൗണ്ടിനുള്ളിലേക്കൊക്കെ തന്നെ ഇത്തരത്തിൽ മലിനജലം ഒഴുകിയെത്തുന്ന കാഴ്ചയുണ്ട്. അവിടെ പോയ ആളുകളൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വലിയ ഇത് നോക്കൂ, നമ്മുടെ ഓഫീസിൽ തൊട്ടടുത്തുള്ള സ്ഥലമാണല്ലോ. അപ്പൊ ഞാൻ ഈ വാർത്ത നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഓഫീസിലുള്ളവർ തന്നെ പറയുകയാണ് ഒപിയുടെ അടുത്ത് പോലും ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്ന്. അതായത് ഒരു ബാത്റൂം ഒക്കെ തുറന്നാൽ ഉണ്ടാകുന്നത് പോലെയുള്ള മോശപ്പെട്ട സ്മെല്ലാണ് ഈ ആശുപത്രിയുടെ ഒപിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പോലും അവരവിടെ പോയ സമയം വെച്ച് പറയുന്നതാണ് അങ്ങനെയുള്ളത്. അപ്പോഴാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് വലിയ വായിൽ പറയുന്നവരാണല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം ഒരു ആശുപത്രിക്കരികിൽ ഉണ്ടാകുന്നത്. തീർച്ചയായും, അതായത് ഈ മലിനജലം ഒഴുകിയെത്തുന്നത് മാത്രമല്ല വലിയ തോതിലുള്ള ദുർഗന്ധവുമുണ്ട്. അസഹ്യമായ ദുർഗന്ധം ആ ഭാഗത്തുണ്ട്. ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർ അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ തന്നെയാണ് ഇത്തരത്തിൽ ആശുപത്രി പൂട്ടിയിടേണ്ടി വരുമെന്ന് പറഞ്ഞത്. ഈ ആശുപത്രി അധികൃതർക്കടക്കം വലിയ തോതിൽ ഇതിന്റെ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നുണ്ട്. കൃത്യമായി മഴക്കാലപൂർവ്വ ശുചീകരണം അത് തൃക്കാക്കര നഗരസഭ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഈ 6 ഏക്കർ സ്ഥലത്ത് KMRLന്റെ പണി നടക്കുന്നു അല്ലെങ്കിൽ KMR ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ കൊണ്ടിടുന്നത് ഒന്നും തന്നെ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം കണ്ടില്ല എന്ന് കരുതി കണ്ണടച്ചതുമാകാം. എന്താണ് കൃത്യമായി എന്ന് അറിയില്ല. നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. KMRL ഇതിൽ മറുപടി പറയുന്നില്ല. നമ്മൾ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ KMRL അധികൃതരുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ പരാതിക്കാർ അല്ലെങ്കിൽ പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രി അധികൃതരൊക്കെ തന്നെ KMRLനെ വിവരം അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകേണ്ടി വരുമെന്നാണ് ആശുപത്രി ജീവനക്കാരും പ്രദേശവാസികളും അടക്കം പറയുന്നത്. കാരണം ആശുപത്രി അടച്ചിടുമെന്ന് ജീവനക്കാർ പറഞ്ഞാലും അങ്ങനെ ആശുപത്രി അടച്ചിട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു സഹകരണ ആശുപത്രിയാണ്. അപ്പോൾ അതങ്ങനെ അടച്ചിട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിലൊരു കൃത്യമായ നടപടി വളരെ പെട്ടെന്ന് തന്നെ അധികാരികൾ, ഭരണത്തിലിരിക്കുന്നവർ അത് ചെയ്തു കൊടുക്കും എന്നൊരു പ്രതീക്ഷ അവർ ഇപ്പോഴും വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ എത്തുന്ന ആശുപത്രി ഇത്തരത്തിൽ രോഗികൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്കോ പോലും അവിടെ തുടരാൻ പറ്റാത്തൊരു സാഹചര്യം. ഈ മലിനജലം മൂലം ഉണ്ടാകുന്ന പകർച്ചവ്യാധികളുടെ ഭീഷണിയുണ്ട്. അവിടെ അസഹ്യമായ ദുർഗന്ധമുണ്ട്. അവിടെ ഇരുന്ന് പണിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. മാധു, ശരി, ഇവിടെ ഹെൽത്ത് സ്ക്വാഡുകളടക്കം രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അനധികൃതമായി മലിനജലവും മാലിന്യവും തള്ളുന്നത് തടയാൻ CCTV ക്യാമറകൾ സ്ഥാപിക്കാനും നിയമലംഘകർക്കെതിരെ പിഴ ചുമത്താനും ഒക്കെ വേണ്ടി ഹെൽത്ത് സ്ക്വാഡുകളടക്കം നഗരസഭ രൂപീകരിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത ബജറ്റ് വിഹിതമായി ഏതാണ്ട് 3 കോടി രൂപയോളം മാറ്റിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇച്ഛാശക്തി സംവിധാനങ്ങൾക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിപ്പോ ഈ മലിനജലം ഒഴുകിയെത്തി പകർച്ചവ്യാധി ഭീഷണിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ വാർത്തകളൊക്കെ വരുന്നത്. അതിനു മുൻപും സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധവും മാലിന്യ പ്രശ്നങ്ങളും ഒക്കെ ഇതൊരു സഹകരണ ആശുപത്രിയാണ്, അതിന്റെ പരിസരത്തുണ്ടായിട്ടും സംവിധാനം അനങ്ങിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു അവസ്ഥ എന്ന് പരിതപിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ.